എവിടെ മനുഷ്യന്മാരെ, ഞങ്ങൾ ക്ലിനിക്കൽസും കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് അഹമ്മത്തേലിയിലാണ്. സംഭവം ഞങ്ങളുടെ സെമസ്റ്ററിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയ പിന്നെ ഷെഡ്യൂളൊക്കെ ഭയങ്കര ഹെക്റ്റിക്കാണ്. റൂംമേറ്റ്സ് തമ്മിൽ പോലും നേരിട്ട് കാണാനുള്ള സമയം കിട്ടുന്നില്ല. രാത്രി കിടക്കുമ്പോഴല്ലാണ്ട് ഞങ്ങൾ നേരിട്ട് കാണാറുമില്ല. കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടന്റ് ഉണ്ട്, പക്ഷേ വ്ളോഗ് എടുക്കാൻ സമയം കിട്ടുന്നില്ല ഗൈസ്. ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നത് റിയയുടെ വീട്ടിലേക്കാണ്. ഇത് അഹമ്മത്തേലിയാണ്. സംഭവം റിയ നാട്ടിൽ കണ്ണൂരാണ്. കണ്ണൂർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു പെരുന്നാൾ കോടിയൊക്കെ ആയിട്ടാണ് വന്നത്. സംഭവം ഓളുടെ നിന്ന് മേടിക്കണം, പിന്നെ ഓൾ കൊണ്ടുവന്ന പലഹാരങ്ങൾ കഴിക്കണം. ഇതൊക്കെയാണ് ഫസ്റ്റ് ഐഡിയ. ഞങ്ങളിപ്പോൾ മെട്രോ ഇറങ്ങിയിട്ട് അവിടുന്ന് റിയയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബിന് വെയിറ്റ് ചെയ്യുവാണ്. ഇനി ഞങ്ങൾക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. കാരണം ഞാൻ എപ്പോഴും വ്ളോഗിൽ പറയാറുള്ള ടീ സ്പോട്ട് ഉണ്ടല്ലോ, ടീ സ്പോട്ടിൻ്റെ പാർട്ട്ണർഷിപ്പിൽ തന്നെ ഒരു ഹെയർ സ്പോട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നാട്ടിൽ നിന്ന് വന്നപ്പം എവിടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നോ ഒരു ഹെയർ വാഷ് ചെയ്യണമെന്നോ സ്പാ ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും നമ്മുടെ മലയാളികളുടെ തന്നെ ഒരു ഹെയർ സ്പോട്ട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും സ്നേഹയും കാദറും വൈഷ്ണവിയും ഒക്കെ കൂടെ അങ്ങോട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട്. ആദ്യം നമുക്ക് എന്തായാലും റിയയുടെ വീട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ സംഭവിക്കുള്ളൂ ഗൈസ്. ഇട്ട് വന്ന ലൊക്കേഷനിൽ നിന്നും നിലവിൽ കാണിക്കുന്നത് ഇവിടുന്ന് വീണ്ടും 2 കിലോമീറ്റർ ഉണ്ടെന്നാണ്. ക്യാബിലെ മാമൻ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അക്കൗണ്ടിൽ പിന്നെ അംബാനി വൈബായോണ്ട് നമ്മൾ ആ 2 കിലോമീറ്റർ നടന്നെത്താന്ന് വിചാരിച്ചു ഗൈസ്. ഈ കൊലത്തിൽ വ്ളോഗ് എടുക്കരുതെന്നാണ് റിയ പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ എടുക്കും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറ്, അരിപ്പൊടി, മിഠായി, തേയില, ഫുഡ് എന്താ ഉള്ള ഫുഡ് ഗൈസ്. ഞങ്ങൾ ഫ്രിഡ്ജ് തുറക്കുവാണ്. അയ്യോ, ഇതെങ്ങനെയാ? വാവ്, അയ്യോ വാവ്. നാട്ടിൽ നിന്ന് പിന്നെ എന്തും കൊണ്ടാ വന്നേ എന്ന് ചോദിക്കൂ. വാവ്. ഗൈസ്, എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ കണ്ണോക്കാതിരിക്കുക ഒരു ഐറ്റം ഉണ്ടല്ലോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ അത് റിസ്വാനാണ്. ഹലോ പറ റിസ്വാൻ. ഹായ് പറ റിസ്വാൻ. റിയ നമുക്ക് എന്തെന്നാ എൻ്റെ പേര്? എന്തു പേര്? ഇതിന്റെ പേരെന്താ? പാൽഗോവ കൊണ്ടുവന്നിട്ടുണ്ട്. തമിഴ്നാട് സ്വീറ്റ് ആണ് പാൽഗോവ. ഗൈസ്, എനിക്ക് പെരുന്നാൾ കൊടി കൊണ്ടുവന്നു. ഇതാണ് ഷോള്, ഇതാണ് ടോപ്പ്. ഗൈസ്, ഞങ്ങൾ റിയയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ ഹെയർ സ്പോട്ടിലേക്ക് വന്നേക്കാണ്. അവിടുത്തെ കുറച്ച് ക്ലിപ്സ് എടുക്കാൻ വിട്ടുപോയി, പക്ഷേ സാരമില്ല. ഹെയർ സ്പോട്ടിലേക്ക് വന്നപ്പോൾ ഓൾറെഡി ഇവിടെ സ്നേഹ, അമിനെ, വൈഷ്ണവി ഒക്കെ എത്തിയിട്ടുണ്ട്. സ്നേഹ ട്രീറ്റ്മെൻറ്റിലാണെന്ന് ഉദ്ദേശിച്ചത് ഹെയർ ട്രീറ്റ്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കോസ്മെറ്റോളജിസ്റ്റ്, പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്, കണ്ടോ ഗൈസ്. ഇവിടെ ട്രീറ്റ്മെൻറ്റിന് ഇടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാദറും ആമിനായി നിൽക്കുവാണ്. ഗൈസ്, ഇത് റിസൾട്ടാണ്. ആൻറ്റി ഡാൻഡ്രഫ് പ്ലസ് ഒരു ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ബാക്കിൽ ബാലൻസ് ഫുൾ ഉണ്ട്. ബട്ട് എങ്ങനെയുണ്ട് സ്നേഹേ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ബ്രൈഡിന്റെ റിയാക്ഷൻ എടുക്കുന്ന വീഡിയോ പോലെ ഉണ്ട് ഗൈസ്. ഗൈസ്, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ ക്ലാസ് ഉണ്ട്. അല്ല, ഇന്ന് ക്ലാസ് ഉണ്ട്. അതോടുകൂടി ഇന്നത്തെ കഥയ്ക്ക് എൻഡ്.